മകളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് എത്താറായില്ലേ? എപ്പോഴും നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു പോയാലും എത്ര തന്നെ നമ്മൾ മാർക്ക് പ്രതീക്ഷിച്ചാലും ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് കിട്ടാറില്ല. അതെന്തുകൊണ്ടാണ്? അര മാർക്കും ഒരു മാർക്കും ആയിട്ട് പല ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മാർക്കുകൾ നഷ്ടമാവാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ ഷീറ്റ് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാത്തതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇടുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ആ ചോദ്യത്തിന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതി കാണിക്കണം. ഇനി ഓരോ ചോദ്യം കഴിയുമ്പോഴും 2 ലൈന് വിടുകയോ അല്ലെങ്കിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ചെയ്യുകയോ വേണം. ഇനി മാത്സ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ വർക്കിംഗ് കോളം സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ഓരോ എക്സാമിലും നിങ്ങൾക്കറിയാം പല മാർക്കിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നുണ്ടാവും അല്ലേ? 2 മാർക്കിനുണ്ടാവും, 1 മാർക്കിനുണ്ടാവും, 4 മാർക്കിനുണ്ടാവും. അപ്പോൾ ഓരോ ചോദ്യത്തിലെയും മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്, ഉത്തരങ്ങൾ എഴുതേണ്ടത്. 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരിക്കലും നിങ്ങളൊരു 5 ലൈനിലെ പാരഗ്രാഫ് എഴുതി വെക്കരുത്. അതിന് നിങ്ങൾക്ക് 1 ലൈനിലോ 2 ലൈനിലോ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിത്രങ്ങളുള്ള ചോദ്യങ്ങളാണെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് തന്നെയായിരിക്കണം, പെന്നുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാതിരിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ആ പേപ്പറിൽ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് ഈ വരുന്ന ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഇപ്പോൾ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാം തകർക്കാം.